എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് താരം അഖിൽമാരാര് സീസൺ 6 ആശംസകൾ നേർന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ ബിഗ് ബോസിനെ കുറിച്ച് അഖിൽമാരാര് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള തലത്തിലേക്ക് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 5 ആയിരുന്നു ഇതുവരേക്കുമുള്ള സീസണിലേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സീസൺ. ഏറ്റവും നല്ല കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് സീസൺ 5 എന്നതാണ് അഖിൽമാരാര് പറയുന്നത്. ബാക്കിയുള്ള സീസണുകളിലെ കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ വളരെ ടോക്സിക് ആയിരുന്നു. ടോക്സിസിറ്റിയാണ് അവർ സ്പ്രെഡ് ചെയ്തത്. സമൂഹത്തിലെ കുറേ അധികം ആളുകൾ അത് ഇഷ്ടപ്പെട്ടത് അവരുടെ കുടുംബത്തിൽ അങ്ങനെ അച്ഛനും അമ്മയും തമ്മിൽ അടിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ടാണ് അതിനെ സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ അല്ലാത്ത ഒരു ബെസ്റ്റ് സീസൺ ആയിരുന്നു സീസൺ 5 എന്നാണ് അഖിൽമാരാര് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എത്ര പേര് ഇതിനോട് യോജിക്കുന്നുണ്ട്? ഞാൻ തീർച്ചയായും യോജിക്കുന്നില്ല. കാരണം കഴിഞ്ഞ സീസണിൽ റിവ്യൂ ചെയ്തിരുന്നു എന്നതുകൊണ്ട് തന്നെ ബിഗ് ബോസ് സീസൺ 5 കാണാൻ നിർബന്ധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ എന്ന് പറയേണ്ടി വരും. മിക്ക ആളുകളും അങ്ങനെ തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഒരുപാട് ആളുകൾ അവർക്കത് നിർബന്ധിതമായി കണ്ടേ മതിയാകൂ എന്നുള്ളത് കൊണ്ട് മാത്രം ലൈവ് കാണുകയും ഷോ കാണുകയും ചെയ്ത ആൾക്കാരാണ്. ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പകുതി വെച്ച് നിർത്തിപ്പോയ ആൾക്കാരാണ്. അതായത് മടുപ്പ് തുടങ്ങിയപ്പോൾ തന്നെ ഇതിങ്ങനെ ഓണവില്ല് പോലെ ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ വേറെ ഏതെങ്കിലും ഷോ കാണുകയാണ് നല്ലത്, സമയം വേസ്റ്റ് ആക്കാതെ എന്നുള്ളൊരു തലത്തിലേക്ക് ചിന്തിക്കുകയും ചാനൽ മാറ്റി മറ്റ് ചാനലുകൾ ആ സമയത്ത് കാണുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആൾക്കാർ ഒരുപാട് പേര് അത് മറ്റ് പല കാര്യങ്ങൾക്കുമായിട്ട് യൂസ് ചെയ്തതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ എൻ്റെ പരിചയത്തിലുള്ള എൻ്റെ ചുറ്റുവട്ടത്തിലുള്ള കുറേ ആളുകൾ തന്നെ ബിഗ് ബോസ് പകുതി വരെ പോലും കണ്ടിട്ടില്ല. സീസൺ 5 നിർത്തിപ്പോയ ആൾക്കാരാണ്. കാരണം ഒന്നും തന്നെ കാണാനില്ല. പകല് മുഴുവൻ ഉറക്കം തൂങ്ങിയിരിക്കുന്ന കണ്ടസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ ലൈവ് വളരെ ഉറക്കം തൂങ്ങിയായിട്ടുള്ള ഒരു ലൈവ് ആയതുകൊണ്ട് എന്തിനാണ് ലൈവ് കാണുന്നത്, ആ സമയം എന്തിന് നെറ്റ് പാഴാക്കണം എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു ഭൂരിഭാഗം വരുന്ന ആളുകൾക്കും. സത്യമാണ്. അതുപോലെ റിവ്യൂ ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നത്. അവരൊക്കെ ഒരു ദിവസം ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 4 സീസണുകളിലും ഓരോ ദിവസവും ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ്. 4, 5, 6 എന്ന് പറഞ്ഞ് ഇങ്ങനെ മണിക്കൂർ വ്യത്യാസത്തിൽ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അത് പോയിട്ട് അവർക്ക് ഒരു ദിവസം 1, 2 വീഡിയോസ് ഇടാൻ കഴിയാത്ത ഒരവസ്ഥ സീസൺ 5 ഉണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടിയാലല്ലേ ഈ വീഡിയോ ഇടാൻ പറ്റുള്ളൂ, അല്ലേ? റിയാക്ഷൻ ചാനലുകളാണ് അധികവും. അപ്പൊ എന്തെങ്കിലും റിയാക്ട് ചെയ്യാൻ പറ്റിയൊരു സംഭവം, ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റൂ. അതൊന്നും ചെയ്യാൻ കഴിയാതെ വന്നതുകൊണ്ട് നിവർത്തികേട് കൊണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ തപ്പിപ്പിടിച്ച് അവനവൻ്റെതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഒക്കെ ചെയ്ത് ഒരു ദിവസം 2 വീഡിയോ ഒക്കെ കഷ്ടിച്ചിട്ടുകൊണ്ട് പോയി വലിയ പ്രമുഖ ചാനലുകൾ വരെ. അതുപോലെ തന്നെ അവരുടെ വ്യൂവർഷിപ്പ് നോക്കിയാലും അറിയാം. സീസൺ 4 വരെയുള്ള ബിഗ് ബോസ് വ്യൂവേഴ്സിന്റെ വ്യൂവർഷിപ്പ് ഒന്ന് നോക്കിയാൽ ഭയങ്കരമായിട്ടുള്ള അന്തരം നമുക്ക് മനസ്സിലാവും. അതുപോലെ കുറേ അധികം റിവ്യൂവേഴ്സ് മടുത്ത് നിർത്തിപ്പോയി. അവർക്കത് കണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ നമുക്കറിയാം U2C മീഡിയ പോലുള്ള ആൾക്കാരൊക്കെ മടുത്ത് നിർത്തിപ്പോയി. ഇനി ഇത് ചെയ്യാൻ എന്താണുള്ളത്, ഒന്നും ചെയ്യാനില്ല എന്നുള്ള മട്ടിൽ നിർത്തിപ്പോയി. കാരണം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു പരിധി വരെ ആളുകൾക്ക് കണ്ടിരിക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു. ഇപ്പൊ അഖിൽമാരാര് പറയുന്ന ഒട്ടും ടോക്സിസിറ്റി ഇല്ലാത്ത വളരെ നന്മയുള്ള ആൾക്കാരായിരുന്നു അവരെ, അതുകൊണ്ടാണ് അവർ തല്ലും പിടിയൊന്നും കൂടാഞ്ഞത് എന്നുള്ളതാണ്. അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കിയത്? അല്ല. അവരുടെ ഇടയിലും കുശുമ്പും കുന്നായ്മയും അസൂയയും തമ്മിത്തല്ലും ഒക്കെ ഉണ്ടായിരുന്നു. വളരെ ശക്തമായ രീതിയിൽ അടിയും കടിയും വഴക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മത്സരം കഴിയുന്നതോടുകൂടി അവർ വീണ്ടും ഒരുമിച്ച് വർത്താനം പറയും, സ്നേഹത്തിലിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇല്ല എന്നല്ല. ഒരു മത്സരം ആവുമ്പോൾ ആ മത്സരം അങ്ങേയറ്റം വരെ നിലനിൽക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം തുടക്കം മുതൽ ഒടുക്കം വരെ ആ മത്സരത്തിന്റെ ആവേശം നിലനിൽക്കണം. മത്സരമല്ല ഈ ഷോന്ന് മാരാര് പറയില്ലല്ലോ. അതുകൊണ്ട് തന്നെയല്ലേ മാരാർക്ക് സമ്മാനം കിട്ടിയത്, മത്സരിച്ച് നേടിയത് തന്നെയല്ലേ. അപ്പൊ മാരാരെ കടത്തി വെട്ടാനോ മാരാർക്കൊപ്പം മത്സരിക്കാനോ ഒരാളില്ലാതെ പോയതുകൊണ്ട് മാരാർക്ക് ആ പട്ടം കിട്ടി. അല്ലെങ്കിലോ വേറെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകും. മാരാര് പറയുന്ന രീതിയിൽ സമാധാനത്തിൽ നടത്തുന്ന ഒരു ഷോയാണ്. വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ടും ടോക്സിസിറ്റി ഒന്നും ഇല്ലാതെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് സോൾവ് ചെയ്ത് സമാധാനമായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് കിട്ടേണ്ട ട്രോഫിയാണ് ബിഗ് ബോസ് ട്രോഫി എങ്കിൽ കഴിഞ്ഞ സീസണിൽ അതിന് അർഹനായിട്ടുള്ള ഏറ്റവും നല്ല ആളെന്ന് പറഞ്ഞാൽ റിനോഷാണ്. അധികം അടിയും ബഹളവും ഒന്നും ഇല്ലാതെ അവിടെ ഒതുങ്ങിക്കൂടി തൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അർഹൻ റിനോഷനല്ലേ 1ാം സ്ഥാനം കൊടുക്കേണ്ടത് മാരാർക്കല്ലല്ലോ. മാരാർ അവിടെ അടി ഉണ്ടാക്കിയ ആളാണ്.
അല്ലെ? ഏറ്റവും കൂടുതൽ അടിയും പിടിയും ബഹളവും ഒക്കെ ഉണ്ടാക്കിയ ആളാണ് മാരാര്. ശോഭയായിട്ടായാലും വിഷ്ണു ആയിട്ടായാലും പിന്നെ നമ്മുടെ മറ്റേ ജുലൈസുമായിട്ടൊക്കെ ആയാലും അടി ഉണ്ടാക്കിയ ആളാണ്. അതുപോലെ തന്നെ വിഷ്ണു തന്നെക്കാൾ ഒരു പടി മറികടന്ന് വരുന്നു എന്നുള്ളൊരു തോന്നൽ, തന്നെ മറികടക്കുമോ, തന്നെ പുറകിലൂടെ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ വിഷ്ണുവിനോട് ദേഷ്യം പ്രകടിപ്പിച്ച ആളാണ് മാരാര്, അല്ലെ? തന്റെ കൂട്ടുകാരനാണെന്ന് പോലും നോക്കാതെ ഞാൻ വേണമെങ്കിൽ വിട്ടുകൊടുക്കാം, എന്തിനാ അവനെ മത്സരം വെക്കുന്നത്? ഒരു മത്സരമല്ലേ, അപ്പൊ അവനും മത്സരിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം അപ്പൊ അവിടെ ഒരു അലോസരം കാണിച്ച ആളാണ് മാരാര്. പക്ഷെ ഇപ്പൊ മാരാർ അതൊക്കെ മാറ്റി പറഞ്ഞിട്ട് ഞാൻ എന്തോ പുണ്യാളനാണ്, ഞാൻ എല്ലാവരെക്കാട്ടും മഹത്തായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ ഒരിക്കലും ടോക്സിസിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല, ഞാൻ അടി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല, ബഹളം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല, ഞാൻ നന്മയുടെ നിറകുടമാണ്, അതുകൊണ്ടാണ് എനിക്ക് ആ ട്രോഫി കിട്ടിയത്, അതുകൊണ്ടാണ് ഇത്രയധികം പ്രേക്ഷകർ അതിനുണ്ടായത് എന്നൊക്കെയാണ് മാരാര് പറഞ്ഞു വെക്കുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും മോശം സീസൺ ആയിരുന്നു സീസൺ 5. ഒരു കാലത്തും ഇങ്ങനെ ഒരു സീസൺ ഉണ്ടായിട്ടില്ല. അപ്പൊ വേറെ ഭാഷകളിലൊക്കെ ബിഗ് ബോസ് നടക്കുന്നുണ്ട്, അല്ലെ? അവിടെയൊക്കെ ഇതന്നെയാണ്, ഒരു സീസൺ അല്ലെങ്കിൽ മറ്റൊരു സീസണിൽ ആളുകളെ ത്രസിപ്പിച്ച് നിർത്താൻ കഴിയുന്ന ഷോയാണ് വിജയിച്ചിട്ടുള്ളത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ രാമനാമം ജപിക്കാനാണ് ബിഗ് ബോസിൽ പോകണമെങ്കിൽ അങ്ങനെ ഇരുന്നാൽ പോരെ? ആളുകൾക്ക് കാണാൻ അത് ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ? ഒരിക്കലുമല്ല. ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വിചാരിച്ചാൽ ആളുകൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അത് പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നത് കാണാനാണ് ആളുകൾ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അല്ലാതെ ഒരു തരത്തിലും ഇല്ലാതെ പകല് മുഴുവൻ ഇരുന്ന് അവിടെ എവിടെയും പോയി ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഇവരുടെ ഉറക്കം കാണാൻ ആർക്കത്ര താല്പര്യം? കുറേയധികം പൈസ കൊടുത്ത് ആളുകളെ ഒരു ഹൗസിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് അവരെ മൂലയ്ക്ക് കുത്തിയിരുന്ന് ഉറങ്ങുന്നത് കാണാൻ ആർക്കാണ് താല്പര്യം? ഭൂരിഭാഗം പേരും പകല് മുഴുവൻ ഉറക്കം തന്നെയായിരുന്നു. അപ്പൊ അവരെ ഒന്ന് ഉണർത്താനും ആളുകളെ ഇതിലേക്ക് ആകർഷിക്കാനും വേണ്ടിയിട്ടാണ് പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവന്നത്. അത് ഒരിക്കലും ആ ഒരു ഷോയുടെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞാൽ കണ്ടിരുന്ന ജനങ്ങൾ അത്ര വിഡ്ഢികളല്ല എന്നേ മാരാരോട് പറയാനുള്ളൂ. കാരണം ഷോ നിർത്തേണ്ട അവസ്ഥ വരും, പ്രേക്ഷകർ കുറഞ്ഞു വരികയാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് മുൻ കണ്ടസ്റ്റൻസ്, അതായത് പ്രേക്ഷക സപ്പോർട്ടുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്ന് അവരുടെ സപ്പോർട്ടോടുകൂടി ഇത് മുന്നോട്ട് പോവാൻ 100 ദിവസം എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോയതാണ് ശരിക്കും ആ ഷോ. അല്ലാന്നൊന്നും മാരാര് പറഞ്ഞാൽ ഒരുവിധ ആളുകളൊന്നും വിശ്വസിക്കില്ല. അതുപോലെ തന്നെ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു, ഷോ കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? ചില ആളുകൾ അങ്ങനെയില്ല, തങ്ങൾക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് വേണം, തങ്ങൾ സമൂഹത്തിൽ 4 ആൾ അറിയപ്പെടുന്ന ആളുകളാവണം, അതുപോലെ തന്നെ തങ്ങളുടെ ആ ഇമേജ് നിലനിന്നാലേ തങ്ങൾക്ക് മറ്റ് അവസരങ്ങൾ സിനിമയിലായാലും ഇനാഗുറേഷൻ ആയാലും മറ്റ് അവസരങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യും, അല്ലെ? ഇപ്പൊ എന്റെ സ്വഭാവം വേറൊരാൾക്ക് ഉണ്ടാവണം എന്ന് വാശി പിടിക്കാൻ പാടില്ലോ. മാരാര് ഞാൻ ഇങ്ങനെയാണ് അതുകൊണ്ട് എന്നെ പോലെ ആവണം മറ്റുള്ളവരെന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമുണ്ടോ? മാരാർക്ക് മാരാരാവാനും മറ്റുള്ളവർക്ക് മറ്റുള്ളവരാവാനേ കഴിയുള്ളൂ. പക്ഷെ അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഏറ്റവും നല്ല സീസൺ, അതുപോലെ TRP റേറ്റിംഗ് അങ്ങനെ നിർണ്ണയിക്കാൻ കഴിയില്ല. കാരണം എന്താണ്, TV കാണുന്നതിനേക്കാൾ കൂടുതൽ OTT പ്ലാറ്റ്ഫോമിൽ കണ്ടിട്ടുണ്ട്. OTT പ്ലാറ്റ്ഫോമിൽ കണ്ടവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ലൈവ് കാണാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടെ ഇരുന്ന സീസൺ 4 രാത്രി പോലും എനിക്ക് തോന്നുന്നു ഹോട്ട്സ്റ്റാർ ഓഫ് ചെയ്യാതെ കണ്ടോണ്ടിരുന്ന ആൾക്കാരുണ്ട്, പാതിരാത്രി വരെ കണ്ടോണ്ടിരുന്ന ആൾക്കാരുണ്ട്. അത് പോയിട്ട് ഈ ലൈവ് ഒന്ന് തുറന്നു നോക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടായിരുന്നു. ഭൂരിഭാഗം വരുന്ന ആളുകൾ അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഉറക്കം കാണാൻ ആർക്ക് അതുപോലെ എന്റർടൈൻ ചെയ്യിക്കുന്ന ആൾക്കാരായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, എന്ത് എന്റർടൈൻമെന്റ് ആണ് അവരവിടെ കാണിച്ചത്? ഏതെങ്കിലും ഒന്നും ആരാർക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിക്കുന്ന എന്ത് സംഭവമാണ് ഇവരവിടെ കാണിച്ചത്? എൻ്റെ അറിവിലൊന്നുമില്ല. കാരണം എല്ലാവരും കൂടെ ചേർന്നിരുന്ന ഒരു പാട്ട് പാടുക, താളമിടുക, ഡാൻസ് ചെയ്യേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കിറ്റ് പോലെ ചെയ്യേ. നമ്മൾ കഴിഞ്ഞ സീസണുകളിലൊക്കെ അത് കണ്ടിട്ടുണ്ട്. കാരണം സീസൺ 4 പിന്നെ ബ്ലസ്ലി ആയാലും ദിൽഷ ആയാലും മറ്റുള്ളവരൊക്കെ ആയാലും പാട്ട് പാടിയിട്ടായാലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായാലും തമാശ കളിച്ചിട്ടായാലും അവിടെ പിന്നെ എന്റർടൈൻമെന്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല സീസൺ 4. കാരണം എപ്പോഴും അടിയായിരുന്നു, ഒന്നിനൊന്നും മെച്ചം കണ്ടസ്റ്റൻസ് ആയിരുന്നു. ഈ സീസണുകളിൽ ഏറ്റവും നല്ല സീസൺ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സീസൺ 4 തന്നെയാണ്. സീസൺ 2 നല്ല സീസൺ ആയിരുന്നു, നല്ല പ്രേക്ഷകരെ ബിഗ് ബോസിലേക്ക് ആകർഷിച്ച ഒരു സീസൺ ആയിരുന്നു സീസൺ 2, രജിത് സാറിന്റെ സീസൺ. പക്ഷേ രജിത് സാറിനോടൊപ്പം മത്സരിച്ച് കട്ടയ്ക്ക് ഈ പറഞ്ഞ പോലെ നിൽക്കാൻ ആളുകൾ ഉണ്ടായിരുന്നവർ അത്രയും പേരും ഈ രജിത് സാറിനെ ഒരു എതിരാളിയായി കണ്ടിട്ട് ഒരാളെ മാത്രം അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ആ സീസണിൽ ഉണ്ടായിരുന്നത്. പരസ്പരം അവർ തമ്മിൽ ഒരു മത്സരമോ വഴക്കോ ബഹളോ ശക്തരായിട്ടുള്ള ആളുകൾ തമ്മിലുള്ള അടിയോ സീസൺ 2 ഉണ്ടായിരുന്നില്ല. പ്രധാന എതിരാളി എന്ന് പറഞ്ഞാൽ രജിത് സാറായിരുന്നു. പക്ഷേ സീസൺ 4 അങ്ങനെയായിരുന്നില്ല. ഓരോരുത്തരും വ്യത്യസ്തരായിരുന്നു. പരസ്പരം എല്ലാവരും ബ്ലസ്ലിയും ഡെയ്സി ആയാലും ശരി, പിന്നെ അതുപോലെ തന്നെ ജാസ്മിനും നമ്മുടെ പിന്നെ റോബിനും ആയാലും ശരി, അങ്ങനെ ഒരുപാട് പരസ്പരം മത്സരിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു, അല്ലെ? സീസൺ 4 റോബിൻ മാത്രമായിരുന്നില്ല പലരുടെയും ടാർഗറ്റ്.
മറ്റു പല കണ്ടസ്റ്റൻസും പലരുടെയും ടാർഗറ്റ് ആയിരുന്നു, ഇന്ന ആള് പുറത്ത് പോകണം, അയാളെ പുറത്താക്കണം, അതിനൊരു വഴി വേണം എന്നുള്ള ചിന്തിച്ച് അവർക്കെതിരെ കളിക്കുന്ന കണ്ടസ്റ്റൻസിന് നമ്മളുണ്ട്. അപ്പൊ അങ്ങനെ ആയിരിക്കണം ശരിക്കും ബിഗ് ബോസ് ഗെയിം. ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടും ആവരുത് മുന്നോട്ട് പോകാൻ. പരസ്പരം ഒരാളെ പുറത്താക്കിയാൽ എനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഏതാളെ പുറത്താക്കണം എന്ന് അവനവൻ തന്നെയാണ് നിശ്ചയിക്കേണ്ടത്. അപ്പൊ അതിനുള്ള ഗെയിമാണ് അവിടെ കളിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഗെയിം കളിച്ചത് സീസൺ 4 ഒരാൾ പോലും വേസ്റ്റ് ആണെന്ന് പറയാൻ കഴിയില്ല. അത്രയും ശക്തരായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു ഓരോരുത്തരും. അപ്പോൾ മറ്റ് സീസണിലൊന്നും അങ്ങനെ ഉണ്ടായില്ല, പ്രത്യേകിച്ച് സീസൺ 5 ഒട്ടും ഉണ്ടായില്ല എന്ന് പറയാം. ഈ മാരാര് മാത്രമാണ് എന്തെങ്കിലും അതിനെ ഒപ്പത്തിനൊപ്പം കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്കിയത്. ജുനൈസും നമ്മുടെ ശോഭയും മാത്രമാണ്. ബാക്കി ആരും തന്നെ ഒപ്പത്തിനൊപ്പം വന്നിട്ടില്ല. വിഷ്ണു ഒക്കെ ആണെങ്കിലും മാരാർക്കെതിരെ കളിക്കണം എന്ന് വിചാരിക്കുമ്പോൾ അടിച്ചമർത്തുന്ന ഒരു ടെൻഡൻസി മാരാരുടെ ഭാഗത്തുനിന്ന് തന്നെ. അതായത് നീ എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ഇടത്തും വലത്തുമായി നിങ്ങൾ രണ്ടാളും നിന്ന് കഴിഞ്ഞാൽ, ഷിജുവും വിഷ്ണുവും നിന്ന് കഴിഞ്ഞാൽ ഫൈനലിലെത്താം എന്നുള്ള ഒരു സിഗ്നൽ മാരാർ എപ്പോഴും ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവരാ ഫൈനൽ സ്റ്റേജിൽ എത്തുക എന്നുള്ളത് മാത്രം, അതായത് 100 days തയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രം ഷിജുവും വിഷ്ണുവും കളിച്ചു. വിഷ്ണുവിന് പക്ഷേ മുന്നോട്ട് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് അടിച്ചമർത്തുന്ന രീതിയിൽ മാരാരുടെ ഭാഗത്തുള്ള പെരുമാറ്റം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇവരാരും സഹോദരങ്ങളൊന്നും അല്ല, മത്സരത്തിന് വേണ്ടി പോയ ആളുകൾ. അപ്പൊ അവൻ മത്സരിക്കുകയാണെങ്കിൽ മത്സരിക്കട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മാരാർ അവിടെ കാണിച്ചിട്ടില്ല. അതിന് പകരം ഷിജുവിനോട് പരാതി പറയുകയും കരയുകയും പരിഭവിക്കുകയൊക്കെ ചെയ്യുന്ന മാരാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ടോക്സിസിറ്റി ഇല്ല, മത്സരമില്ല, ഞങ്ങളെല്ലാവരും നല്ല ആളുകളായിരുന്നു എന്ന് പറയുന്നതെന്ന് അർത്ഥമല്ല. മത്സരം അപ്പോൾ ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല. അപ്പൊ എനിക്ക് വിജയിക്കണം, മറ്റുള്ളവരൊന്നും എൻ്റെ ഒപ്പം എത്തരുത്, എന്നോട് മത്സരിക്കരുത് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. എന്നിട്ട് ഏറ്റവും മോശം സീസണായിട്ടുള്ള സീസണ് ഞങ്ങളുടെ സീസണായിരുന്നു ഏറ്റവും നല്ലത് എന്ന് പറയുന്ന മാരാരോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുണ്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ടൊന്ന് പറയും. അപ്പം അറിയാലോ നമുക്ക് ആര് പറയുന്നതാണ്. അതുപോലെ പൊളി ഫിറോസ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ, പിന്നെ സീസൺ 5 ഏറ്റവും മോശമായിരുന്നു എന്നുള്ളത് പൊളി ഫിറോസ് പറഞ്ഞു. കാരണം പൊളി ഫിറോസൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊളി ഫിറോസിനെ അറിയാം. അവരൊക്കെ മോശം ആളുകളായിരുന്നു എന്നല്ല, നല്ല ആളുകളാണ്. പക്ഷേ ബിഗ് ബോസിന് പറ്റിയ മെറ്റീരിയൽസ് ആയിരുന്നില്ല അവരെല്ലാം എന്ന് തന്നെയാണ് പൊതു അഭിപ്രായം. അത് തന്നെയാണ് പൊളി ഫിറോസും പറയുന്നത്. അതുകൊണ്ട് തന്നെ സീസൺ 6 ഒരു നല്ലൊരു മാറ്റത്തോടു കൂടി പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിക്കാൻ കഴിയുന്ന രീതിയിലുള്ള, അവരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ കഴിയുന്ന രീതിയിലുള്ള കണ്ടസ്റ്റൻസും ആയിരിക്കണം. അതുപോലെയുള്ള ഗെയിമുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കണം എന്ന് പ്രേക്ഷകർ ചിന്തിക്കുന്നു. ഈ സീസൺ 1 വിജയമാകുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് പൊളി ഫിറോസും പറഞ്ഞത്. അതിനു വേണ്ടിയുള്ള മുൻ നടപടികളൊക്കെയാണ് ബിഗ് ബോസ് സീസൺ 6 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് പൊളി ഫിറോസ് പറഞ്ഞത്. അത് നല്ല കാര്യം. പൊളി ഫിറോസ് പറഞ്ഞ മിക്ക കാര്യങ്ങളോടും 100% യോജിപ്പ് തന്നെയാണുള്ളത്. പക്ഷേ മാരാരോട് പറയാൻ ഒട്ടും യോജിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്താ പറയുന്നത്? ഇവർ രണ്ടിൽ ആര് പറഞ്ഞതാണ് നിങ്ങൾ യോജിക്കുന്നത് എന്ന അഭിപ്രായം പറയും.